എഴുതിയ ചിത്രങ്ങളിൽ ഒരു മഹാലക്ഷ്മിയുണ്ട്. വേണമെങ്കിൽ കാണിച്ചു തരാം. കാണാം. ചിത്രമെഴുത്തും ഉണ്ടെന്നറിയാം. ഈ മുഖം കൊത്തുന്നതാവും എളുപ്പം, ഉചിതവും. നിൽക്കൂ. കാർത്തികയുടെ പലഹാരം എന്തോ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ജപം, സന്ധ്യാവന്ദനം അങ്ങനെ വല്ലതൊക്കെ പതിവുണ്ടോ? പൂവല്ലോ. വിശേഷാൽ ഞാൻ മഹാലക്ഷ്മിയെ ഉപാസിക്കുന്നുമുണ്ട്. ഓ, എന്തെങ്കിലും ഒരു സ്വർണ്ണമഴ പെയ്ച്ചു തന്നാലോ? സ്വർണത്തിന്റെ മഴയോ? കനിഞ്ഞാൽ അതും സംഭവിക്കും. സ്വർണം അധികമായാൽ ആ സ്വർണം കൊണ്ട് ക്ഷേത്രം പണിയാം, അല്ലേ? ആവശ്യം വലിയൊരു കൊട്ടാരം പണിയലാണ്. കൊട്ടാരം? ആർക്ക്? എനിക്ക്. കൊട്ടാരം കെട്ടിയാൽ തച്ചനും രാജാവാകുമല്ലോ. കിഴക്ക് ഒരു കുംഭകാരൻ രാജാവായത് കേട്ടില്ലേ? രാജാവായിട്ട്? സുഖമല്ലേ? രാജാവിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട്. ആരെവിടെ? കാർത്തിക വിളക്ക് തെളിയിച്ചു നിന്ന തരുണിമണി ആരാണ്? പ്രഭു, അത് കുന്നത്തൂർ കൊച്ചു തമ്പുരാട്ടിയാണ്. ഉടൻ ഭടജനങ്ങളെ അയച്ച് പല്ലക്കിലേറ്റി നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരൂ. നമ്മുടെ അന്തഃപുരം അലങ്കരിക്കേണ്ട വധൂരത്നം. ക്ഷമിക്കണം തമ്പുരാട്ടി, ഓർക്കാതെ പറഞ്ഞു പോയതാണ്. സ്വപ്നത്തിന് അളവും കണക്കും വേണ്ടല്ലോ. പണി എത്ര കണ്ടായി കണ്ണാ? നടക്കുന്നുണ്ട്. അച്ഛൻ നമ്പൂരി അന്വേഷിക്കുന്നുണ്ട്. നീലകണ്ഠൻ വന്നിട്ടുണ്ട്. ഇപ്പോ നീലാണ്ടന് ഒരാലോചന. വ്യാഴദശ വരാൻ കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോന്ന്. നീലാണ്ടന് വലിയ പേരാണിപ്പോ. അന്വേഷണങ്ങള് വേറെയും വരണുണ്ട്. വേറെ വല്ല ദിക്കിലും ചെന്ന് പെട്ടാൽ ഒരു അപകടവും സംഭവിക്കില്ല. എനിക്കും കുറച്ച് സമയമൊക്കെ വേണം. മനസ്സിലായില്ല. കുറെ കഴിഞ്ഞിട്ട് മതി ആലോചനകൾ. ചില മഹാക്ഷേത്രങ്ങളിൽ പോണം, ദേശാന്തരങ്ങൾ കാണണം. പിന്നെ നല്ലതല്ലേ, ഇരിപ്പിനൊരാളുള്ളപ്പോ അദ്ദേഹത്തെ കൂടെ കൂട്ടാലോ. അതിനെന്താ? ഇരിപ്പുകാര് തിരുമേനിമാർ തുണ പോവോ? താലി ചാർത്തി കഴിഞ്ഞാ പിന്നെ ദാസിപ്പെണ്ണ് കോൽവിളക്കുമായി വന്ന് വിളിക്കുന്ന നേരം നോക്കി പൂമുഖത്തുണ്ടാവണം. ഉത്തരവാദിത്വം അതല്ലേ ഉള്ളൂ. അച്ഛനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. വേറെ കോവിലകങ്ങളിൽ പോയപ്പോ കണ്ടതും പറഞ്ഞു കേട്ടതുമാണ്. കുട്ടി, നിന്റെ അമ്മ പല നാടുകളും കണ്ടു. ഞാൻ കൂടെ ഉണ്ടായിരുന്നു. സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടന്നപ്പോൾ അല്ലേ? ഗർഭം ചുമക്കലും അവകാശികളെ പെറ്റുകൂട്ടലുമാണല്ലോ പൊതുവെ തമ്പുരാട്ടിമാർക്ക് വിധിച്ചിട്ടുള്ളത്. പൊതുവെ അതും വേണം. കുറെ കഴിയട്ടെ. കുട്ടി, അച്ഛന്റെ ഇല്ലത്തെ പോലെ ഗതികെട്ടവരല്ല ഇവർ. പ്രഭുത്വം, പാണ്ഡിത്യം രണ്ടും ചേരുന്നത് അപൂർവല്ലേ?
ഞാൻ എന്താ ഇദ്ദേഹത്തോട് പറയണ്ടത്? ഇവിടെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞേക്കൂ. ഞാൻ നിർബന്ധിച്ച് ക്ഷണിച്ചു വരുത്തി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വയ്യ എന്ന് പറയുന്നില്ലല്ലോ. തിരുവണ്ണൂര് തമ്പാട്ടി പറഞ്ഞു, കുട്ടിക്ക് വല്ലവരെ ഇഷ്ടം തോന്നിയാൽ പറയുന്നു. അങ്ങനെ വല്ലതും വല്ലവരെയും. ഹേയ്, സമയമായില്ല എന്ന് മാത്രം. കിടന്നില്ല അല്ലേ? ഇല്ല. അകത്ത് സംസാരിക്കുണ്ടായോ? വ്യാഴദശന് മുമ്പുള്ള കാലവും ഉത്തമാന്ന് പറഞ്ഞില്ലേ? തമ്പുരാട്ടിമാർക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിൽ വന്നു നിൽക്കാൻ വയ്യാന്ന് നേരത്തെ പറഞ്ഞതും അകത്തറിയാം. ഇപ്പൊ എന്താ ഒരു തിരക്ക്? എന്ത് തിരക്ക്? ശാസ്ത്രപ്രകാരം സൽപുത്രയോഗം എപ്പോഴും കാണുന്നു എന്ന് പറഞ്ഞു. തിരക്ക് കൂട്ടിയത് മാമ്പറ്റയല്ലേ? കുട്ടിക്ക് ചെറുപ്പല്ലേ, ഓരോ സമയത്ത് ഓരോ കമ്പം തോന്നും. പാട്ട് കഴിഞ്ഞപ്പോ ചിത്രമെഴുത്തായി, ഇടയ്ക്ക് ദേശാന്തരം കാണണമെന്ന് മോഹം. വ്യാഴദശയുടെ കണക്കാണല്ലോ ആദ്യം നമ്മളവിടെ പറഞ്ഞത്. എന്നാലേ മാമ്പറ്റോട് പറയണേല് വിഷമമൊന്നുമില്ല. ഞാനും വിവാഹം, ദാമ്പത്യം അതൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല. പഠിച്ച് പിന്നെയും പഠിച്ച് കൊട്ടാരത്തിലെ സദസ്സിലെത്തണമെന്നായിരുന്നു മോഹം. ഇവിടെ വന്ന് കുഞ്ഞിക്കാവിനെ കണ്ടപ്പോ മനസ്സൊന്ന് പതറി എന്ന് പറഞ്ഞ മാമ്പറ്റയ്ക്ക് മനസ്സിലാവുമല്ലോ. ഇതൊന്ന് വ്യവസ്ഥയാക്കിയാൽ എനിക്കും ഒരു സമാധാനമാണ് നീലണ്ടൻ. അമ്മയേക്കാ മുൻചുണ്ടിയാണ് ചില നേരത്ത്. നമുക്ക് പറയാവുന്നതിനും ഒരു പരിധിയില്ലേ? ഓ, കിടന്നോളൂ. ഇതിലൊരു ലക്ഷ്മിയുണ്ട്. തമ്പുരാട്ടി എഴുതിയ ചിത്രങ്ങൾ പറ്റുമോ എന്ന് നോക്കൂ. അത്ര കേമാണെന്ന് വെച്ച് കാണിച്ചതല്ല. തമ്പുരാട്ടിക്ക് ചിത്രം എഴുതാൻ അറിയാം. കല്ലിലോ മരത്തിലോ ഇതുപോലെ ചെയ്യാനാവില്ലല്ലോ എന്ന അസൂയ തോന്നുന്നുമുണ്ട്. എനിക്ക് 8 ദേവനർത്തകികളെ കൊത്താനാണ് തോന്നുന്നത്. തൂണിൽ അതാവും ഭംഗി. ആവട്ടെ. പക്ഷേ തമ്പുരാട്ടിയെ നിത്യം കുറച്ചു നേരത്തേക്ക് കടം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. എന്താ സംശയം? ശില്പങ്ങൾക്ക് മുഖം അകത്തേക്ക് വേണോ പുറത്തേക്ക് വേണോ എന്ന് ആലോചിക്കായിരുന്നു. ആ, രംഗസ്ഥാനം അവിടെ, അപ്പോൾ നോട്ടം അങ്ങോട്ട്. ശിവനെ നന്ദി നോക്കുന്ന തത്വം തന്നെ. വേറെന്താ? ഒന്നുമില്ല. ആ, പോവായോ? മാണി ബഹളം കൂട്ടുന്നുണ്ടാവും. നെല്ലറയുടെ താക്കോൽ എന്റെ കൈപ്പെട്ടിയിലാണ്. ഇതെന്താ കാണാത്തവരെയൊക്കെ കാണുന്നു? ആ, വാവന്നൂര് വഴി പോയി എന്നൊക്കെ കേട്ടിരുന്നു പലപ്പോഴും. അവിടെ വന്നില്ലല്ലോ. ഇനി വരാം. തിരക്കൊക്കെ ഒഴിഞ്ഞു, സ്വസ്ഥം. ഇവിടെ അടുത്തൊരു കല്യാണത്തിന് രാവിലെ എത്തി. ഒറ്റയ്ക്കാവുമ്പോ രാമേട്ടൻ വെപ്പും കഴിപ്പൊക്കെ. ആ, വിശക്കുമ്പോ വല്ലതും ഉണ്ടാക്കും. നിനക്കിപ്പോ കുട്ടികൾ എത്ര ആളാ? 3. മൂത്തത് 2 പെണ്ണാ. രാമേട്ടൻ അതൊക്കെ എങ്ങനെ അറിയാനല്ലേ?
ഇതാ താഴെയുള്ള ആള്. ആ. നിനക്ക് തരാനൊന്നുമില്ലല്ലോ ഇവിടെ. എന്താ നിന്റെ പേര്? രാമേട്ടന്റെ പേരാ. രാമൻകുട്ടി എന്ന് വിളിക്കും. പഠിച്ച് കേമനാക. ഇവന് കൊടുക്കാൻ ഒന്നും വേണ്ട. കണ്ണനെ പോലെ കേമനാവട്ടെ ഇവനു എന്ന് രാമേട്ടൻ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചാൽ മതി. വേറൊന്നും വേണ്ട.